അമ്മ അമ്മ ഇതെന്തോ നമ്മ ഉണ്ടാക്കി വെച്ചിക്കണേ? ഒടുക്കത്തെ എരിയും ഉപ്പുമില്ല. നോക്കട്ടെ മക്കളെ, എല്ലാം കണക്കിന് തന്നെ ഉണ്ട്. എല്ലാം കണക്കാക്കി പിന്നെ നിങ്ങൾ വീട്ടിൽ കഴിക്കും. മക്കളെ കഴിച്ചിട്ട് പാടാ. എനിക്കാണ് ഒരു സാധനം വെച്ചെടുത്ത് കാണൂല. ഈ ബെൽറ്റ് ഇവിടെ പോയി. അമ്മ ഇതാ ഒരു സാധനം നോക്കി എടുക്കൂല. എങ്ങനെയൊക്കെ ജീവിക്കണം എന്താ? ഓ ഞാൻ ജീവിച്ചോളാം. എത്ര പെട്ടെന്നല്ല നിന്റെ വിസ ഒക്കെ വന്നേ. നാളെ പോകണല്ലേ? എങ്ങനെങ്കിലും പോയി കടമൊക്കെ തേക്കുന്നോടാ. അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. അമ്മയുടെ കാര്യം ഒത്ത് ടെൻഷനൊന്നും വേണ്ട, നമ്മളൊക്കെ ഇവിടെ ഇല്ലേ. പിന്നെ പോകുന്ന സ്ഥലം സ്ഥലമല്ലേടാ. നമ്മുടെ കേരളം പോലെ തന്നെ തെങ്ങും വാഴയൊക്കെ നല്ല സ്ഥലം എന്നാ കേട്ടെ. എടേ ഉറങ്ങിയത് മതി, എഴുന്നേക്ക്. സ്ഥലമെത്തി. ഇവിടെയാണല്ലേ നമ്മുടെ ഫ്ലാറ്റ്? ഫ്ലാറ്റാ? ഇത് തന്നെ കിട്ടിയത് വലിയ കാര്യം. സനോളിയാ, ഇന്ന് എയർ ഇന്ത്യ നേരത്തെ ആണല്ലോ. വാ വാ. പുതിയ ആള് വന്നല്ലോ, പരിചയപ്പെടാം. ബാത്റൂം പോയിട്ട് ഇപ്പൊ കറിക്ക് നല്ല എരിവുണ്ടല്ലേ? കറിയൊക്കെ ആകുമ്പോ കുറച്ച് എരിവും പുളിയൊക്കെ വേണം. നാളെ നിന്റേതല്ലേ, എരിവും ഉണ്ടാവില്ല പുളിവും ഉണ്ടാവില്ല. മക്കളെ കഴിച്ചിട്ട് പാടാ. എനിക്കാണ്. ഏയ് സ്വപ്നം കണ്ടത് മതി. ഇന്ന് ബാത്റൂമും കിച്ചൺ ക്ലീനിങ്ങും നമ്മളെ ഡ്യൂട്ടിയാ. പെട്ടെന്ന് വാ. അമ്മ മിക്സി ഒന്ന് ഓഫാക്കമ്മ, ഉറങ്ങാൻ സമ്മതിക്കൂല. ഹലോ അമ്മ. മക്കളെ നീ ഉറങ്ങിയില്ലടാ? എന്താ അമ്മ ഉറക്കം വരുന്നില്ല അമ്മ. നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ? അമ്മ ഞാൻ അമ്മയുടെ അടുത്ത് ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് ദേഷ്യപ്പെടാറുണ്ട് അമ്മ. അത് അമ്മയുടെ അടുത്ത് സ്നേഹമെല്ലാം കിട്ടല്ല, അമ്മയുടെ അടുത്ത് അധികം സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ്. മക്കളെ ഇത് പറയാനാ നീ വിളിച്ചത്? ഒന്നും ആലോചിക്കണ്ട, ചെന്ന് കിടന്നുറങ്ങും. നാളെ വിളിക്കാം. അമ്മ മിസ് ചെയ്യും അമ്മ, മിസ് ചെയ്യും അമ്മ.